പൈൻ ഫോറസ്റ്റ് കണ്ടു കേട്ടോ. കുതിരപ്പുറത്ത് കയറി. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടൈക്കനാലിലേക്ക് പോയ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ കൊടൈക്കനാലിൽ പോയിട്ട് താമസിച്ചത് ഒരു നല്ല റിസോർട്ടിലാണ് കേട്ടോ. വൈകുന്നേരം എത്തിയപ്പോൾ താമസിച്ചു അവിടെ. എന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് തീ കായാനൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാടി. അതിൻ്റെ ഒരു വീഡിയോകൾ ഇട്ടുണ്ടായിരുന്നല്ലോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ സൈറ്റ് സീയിങ്ങിനായിട്ട് പോവുകയാണ്. അവിടെ ഒരുപാട് സ്ഥലം, നല്ല രസമുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലവും കാണാനായിട്ട് ശരിക്കും പറ്റില്ല, അത്ര അറിയൊന്നുമില്ലല്ലോ സ്ഥലങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ചിട്ടാണ് പോയത്. അത് ഞങ്ങളുടെ റിസോർട്ടിലത്തെ ആൾക്കാർ ഏർപ്പാടാക്കി തന്നു. അപ്പം ഞങ്ങൾ ടാക്സിയിലാവുമ്പോൾ അയാൾ ഏത് വഴി കൂടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളെല്ലാം കാണിച്ചു തരും. പൈസ കൊടുത്താൽ പോരാ, നമുക്ക് റിസ്ക് ഇല്ലല്ലോ. സുഖമായിട്ട് അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത് കേട്ടോ. അത് ഈ റിസോർട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി, ദോശ. വൺ ഇഡ്ഡലി, വൺ ദോശ, പൊങ്കൽ. കേസരി അല്ല, കേസരി. പൊങ്കല്, ഇഡ്ഡലി, ദോശ, പൊങ്കല്, കേസരി, ചട്നി, ചമ്മന്തി, സാമ്പാർ. ഓക്കെ. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ ഒന്ന് നോക്കൂ, കാണണമെങ്കിൽ കണ്ടോ എന്താ രസമല്ലേ കെട്ടിടങ്ങൾ. ഇതോ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഓടിക്കുമ്പോൾ എന്ത് ഭംഗിയ കാണാൻ. അടിപൊളിയോ. ഓ സൂപ്പർ 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 സൂപ്പർ. ആ കേസരി ചട്നി. കേസരിനെയോ. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര തുടരാണ് കേട്ടോ. Lake Park last, that is city limit. Fast inside 10. നമ്മളിപ്പോൾ സൈറ്റ് സീയിങ്ങിന് പോവാണ് കേട്ടോ. ഇപ്പൊ രാവിലെ 8:30 മണിയാണ്. നിറയെ കോടയാണ് കേട്ടോ. മരങ്ങളുടെ നിഴല് പോലെ കാണുന്നുള്ളൂ, മരങ്ങളൊന്നും ശരിക്കും കാണാൻ പറ്റില്ല. നോക്കൂ, കോടയുടെ ഉള്ളിൽ കൂടെ അങ്ങ് മരങ്ങൾ കണ്ടോ, നിഴല് പോലെ. ഇത് നമ്മൾ പോകുമ്പോഴാദ്യം കാണുക ഒരു സൈറ്റ് സീയിങ് എന്ന് വെച്ചാൽ ഇത് ഗ്രീൻ വാലി വ്യൂ ആണ് ആദ്യം കാണുക കേട്ടോ. അവിടെ പോയാൽ 2 മലകളുടെ താഴ്വാരം ഒരുമിച്ചുള്ളൊരു ഭാഗമാണ്. കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? ഇതാണ് എന്ത്? വ്യൂ പോയിന്റ്. ഗ്രീൻ വാലി വ്യൂ പോയിന്റ്. ഒന്നും കാണാൻ പറ്റില്ല, കാരണം എന്താണ്, ഇവിടെ ഇത്തിരി ഇത് കാണാം. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ഫുൾ ഫോഗാണ്. ഈശ്വര. ഗ്രീൻ നമുക്കിങ്ങനെ പോവാട്ടോ. എങ്ങനെ പോവാ? എൻ്റെ പിന്നിലുള്ള കമ്പി ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്താണ് വലിയ കൊക്കയാണ് കേട്ടത്. ഒന്നും കാണാൻ പറ്റില്ല. നല്ല കച്ചവടം ഉണ്ട് കേട്ടോ ഇവിടെ.
ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരും കേട്ടോ. ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ ഭയങ്കര വിലയാട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രിച്ചിയിൽ നിന്ന് വാങ്ങിയ 30 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ട്. അതിന് ഇവിടെ 140 രൂപയോട്ടോ വില. അത് ഞാൻ പറയാൻ കാരണം സെയിം സാധനം തന്നെയാണ്. ഭയങ്കര വിലയാണ് ഒക്കത്തിനും. ചന്ദനത്തൈലുണ്ട്, റോസ് വാട്ടർ ഉണ്ട്, യൂക്കാലിപ്സ് ഉണ്ട്, ഒരുപാട് സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വില തീപിടിച്ച വിലയാട്ടോ. ആ ചേട്ടാ നോക്കി ഇറങ്ങിക്കോളോ. ഊട്ടി വരിക്ക് കോടൈ റസ്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതുണ്ടല്ലോ. ഊട്ടി വരിക്ക് ഇത് ബട്ടറിൽ വர സാധനം ഉണ്ട്. ഇതുണ്ടല്ലോ സ്മയറിലുണ്ട്, ഇതെന്തോ ഒരു കിഴങ്ങാണ് കേട്ടോ. എന്താ നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ലെന്ന് മാത്രം. ചന്ദനം അല്ലേ? നമുക്കൊന്നും വേണ്ട കേട്ടാ. ഒന്നും വേണ്ട, ഈ വേണ്ട. അത് ശരി, അത് നമ്മളെ കണ്ടേ. ഇത് ഗ്രീൻ വാലി. പക്ഷെ നമുക്ക് ഗ്രീൻ ഒന്നും കാണാൻ പറ്റിയില്ല. ബിക്കോസ് നിറച്ച് കോട. ആൾക്കാരെ വരെ കാണാൻ പറ്റില്ല, അറ്റത്തുള്ള ആൾക്കാരല്ലേ. സൂയിസൈഡ് പോയെന്ന് പറയാറ്. അതെയാ, അങ്ങനെ പേര് വിളിക്കുന്നുണ്ട്. ഗ്രീൻ വാലി വ്യൂ പോയിന്റ്. ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കണ്ടു. ഈ താഴ്ഭാഗം 2 മലകളുടെ ഇടയിലുള്ള ഭാഗത്താണ്. നോക്ക് ഇങ്ങോട്ടൊക്കെ ഗോൾഫിന്റെ ഗോൾഫ് വലിയ 2 കിലോമീറ്റർ തള്ളിയുണ്ട്. മൊത്തം 83 ഏക്കർ. ഏഷ്യ ലെവൽ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്രൗണ്ട്. കുതിര ഉണ്ടല്ലോ അവിടെ. ഏഷ്യയിലത്തെ രണ്ടാമത്തെ ഏഷ്യ ലെവലിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്രൗണ്ട് ആണെന്ന്. ഗോൾഫ് ഷൂട്ടിംഗ് മാത്രം ഗോൾഫ് ക്ലബാ. ഫിലിം ഷൂട്ടിങ്ങിലൂടെ വരിക. ഓ, ഗോൾഫ് ക്ലബിന് ഒരുപാട് സ്ഥലം വേണം, ഏരിയ വേണം. അടിച്ചിട്ട് പന്തടിച്ചിട്ട് ഇവിടെ ജാക്ക് പോട്ട് ഉണ്ടോ? ജാക്ക് പോട്ട്, കുതിരപ്പന്തയം. ഇവിടെ കുതിരപ്പന്തയല്ല ചേട്ടാ. ഇതൊക്കെ അതിൽ പെടും അല്ലേ? 82 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ഗ്രൗണ്ടാണ് ഇത്. ഇവിടെ ഇത് ഏഷ്യയിലത്തെ രണ്ടാമത്തെ വലിപ്പത്തിൽ, ഏഷ്യയിൽ രണ്ടാമത്തെയാണ് സ്ഥാനം ഇതിന്. നോക്കൂ എന്ത് വലിയെന്ന് അറിയാം, കുറേ ദൂരമുണ്ട്. ഇതൊക്കെ അതിന്റെ ഭാഗമാണോ? ആണോ? ഗോൾഫിന്റെ ഭാഗമാണ്. ഗോൾഫ് ഇങ്ങനെ അടിച്ചടിച്ചിട്ടില്ല. ഇതൊക്കെ ഗോൾഫ് ക്ലബിന്റെ ഭാഗം. ഗോൾഫ് തന്നെ പന്ത് ഇങ്ങനെ അടിച്ചു തീർക്കുന്നു. അത് കൊറേ ദൂരം പോവത്. 18 holes இருக்கு. 18 holes. அது ஒவ்வொரு ஹோல்ஸா கம்ப்ளீட் பண்ணி தரோம். ഹോൾ ഉണ്ട്. ക്ലബ് ഉണ്ടാവും. എന്നിട്ട് ഒരു വടി പോലത്തെ അതിൽ ബോൾ ഉണ്ടാവും. എന്നിട്ട് ബോൾ അടിച്ചിട്ട് നമ്മള് ഹോളിലേക്ക് ഉള്ളിലേക്ക് ഇടണം. അതന്നെ ഒരു പോയിന്റ് അതേ കളിക്കുന്നുണ്ടല്ലേ അവിടെ. കണ്ടോ? അതന്നെ പന്ത് പോവാണ്ടിരിക്കാനായിട്ട് നെറ്റ് കെട്ടി.
ഗോൾഫിൽ കളിക്കാൻ പറഞ്ഞ ആൾക്കാരെ വലിയ ബിസിനസ് ടീമുകളായിരിക്കും. കുറെ ആൾക്കാർ തോറ്റു കൊടുക്കും അവർക്ക് വേണ്ടിയിട്ട്. നല്ല പടിയുണ്ട്. എത്ര ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ ചേട്ടത്? 80 ഏക്കർ സ്ഥലം. ഇതിങ്ങനെ അടിച്ചിട്ടേ ദൂരം പോകും, പിന്നെ വീണ്ടും ഇത്ര ദൂരം പോകും. അങ്ങനെയാണ് അത് ലാസ്റ്റ് എത്ര ഒരു വണ്ടി പോലെയാ, കൊറേ ദൂരത്തേക്ക് പോണില്ലേ. പണ്ട് അതിൽ കയറ്റണം പോവാൻ. പക്ഷെ ഇരുട്ട് 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 10:30. ഇപ്പൊ രാവിലെ 10:30 ആയിട്ടുള്ളൂ കേട്ടോ. നോക്കൂ ഇരുട്ട്. അയ്യോ കോടയാണ്, ഒന്നും കാണില്ല അല്ലേ. ഫോഗ് ഫോഗ് ഫോഗ്. അത് ഈ സാധനം വേണ്ട 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 വേണ്ട. വലിയ മരം നിൽക്കണം. ആ മരം അതൊക്കെ മരം തൊഴിൽ പോലെയുള്ളൂ അല്ലേ മരത്തിന്റെ. പക്ഷെ എൻ്റെ അമ്മോ ഉള്ളില് മരങ്ങൾ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്ന് നിഴല് പോലെ കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോണത് ഗുണ കേവ് ആണ് കേട്ടോ. ഗുണ കേവ് കണ്ടോ, ഈ കമലഹാസൻ്റെ ഒരു സിനിമ അവിടെ പിടിച്ചിട്ടുണ്ട് അത്രേ, ഗുണ കേവ്. അത് കണ്ടോ, ഇവിടെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലത്തെ പിള്ളേർ വന്നിട്ട് ഒരു കൊക്കയിൽ വീണ് പോണ സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഉള്ളിക്കൂടെ പോയാൽ വലിയൊരു കാടുണ്ട്. ആ കാട്ടിലുള്ള മരങ്ങളുടെ വേരൊക്കെ പുറത്താണ് കേട്ടോ. ഗുണ കേവിനുള്ളിൽ മഞ്ഞുമൽ ബോയ്സ് വേണം ആരെങ്കിലും. അതാ സിനിമയിൽ തന്നെ ഗുണ കേവൊക്കെ ശരിക്കും പിള്ളേര് പോയിട്ട് കമലഹാസന്റെ സിനിമ ഉണ്ടായിരുന്നു 93 ഗുണ എന്ന് പറഞ്ഞിട്ട്. ആ 93 എന്നുള്ളത് അമ്മോ. ഞങ്ങള് ഡിഗ്രിക്ക് വരുമ്പോ കുറെ പേര് ഗുണ കേവ് നമ്മൾ അന്ന് വന്ന ബാഗ് ഇതല്ലല്ലോ. സിനിമ ആണെന്ന് അറിയാൻ പറ്റില്ല. ഗുണ കേവ് സിനിമ കൊറേ മരത്തിന്റെ പോയിട്ടോ. പക്ഷേ കേവി കാണാൻ പറ്റില്ല. ഇതല്ലേ കേവ്. ഇത് പോണ വഴി. നിങ്ങൾ പോയി നോക്കിട്ട് വാ. നിങ്ങൾ പൊക്കോ ഞങ്ങൾ പതുക്കെ വരാത്ത വരുമ്പോ നിങ്ങൾ പൊക്കോ. തിരിച്ചു വരുമ്പോ കാണാം. ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് തണുക്കല്ല, അമ്മക്ക് തണുക്കുണ്ടോ? ആ നല്ല ഇവിടെ പടം കിട്ടണേ ചേട്ടാ. ഫോട്ടോ നമ്മൾ പോണത് എവിടേക്കാണ്? ഗുണ കേവിലേക്കാ പോണ കേട്ടോ. നമ്മള് ഗുണ കേവ് കമലഹാസന്റെ ഗുണ കേവ് വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിക്കുക ചേട്ടാ. നമ്മളെവിടേക്കാ പോണെന്ന്? ഗുണ കേവ് 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 കേവല്ല, ഒരു വിചാരമുള്ള കേവ്. ഗുണ കേവിലേക്ക് പോണേ. പൊളിഞ്ഞ് പാളീസായ ബെഞ്ചമൊക്കെ ഇരുന്നിട്ടാണ് ആൾക്കാർ. മരത്തിൻ്റെ ബെഞ്ഞാട്ടതൊക്കെ നമുക്ക് നോക്കാലോ. അതെ, ഇറങ്ങിയ പിന്നെ കയറണ്ടേ അല്ലേ? ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം. സ്റ്റെപ്പുകളാണ്. അതിന്റെ മുകളിൽ അവിടെ അതിന്റെ മുകളിൽ ആൾക്കാർ കണ്ട അവിടെ അങ്ങോട്ട്
ചേട്ടാ ഇറങ്ങല്ലേ, ഇറങ്ങണോ? ചേട്ടാ അങ്ങോട്ട് നോക്കുക, അവിടെ അവിടെ വൈറ്റ് കളറൊക്കെ ആണ് മുകളിൽ ഇറങ്ങിയിട്ട് ഒരു മുകളിൽ കയറണം. കേട്ടാ ഇതിൽ നോക്കുക, ഇതിൽ കുറേ താഴേക്ക് നമ്മൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടുന്ന് മുകളിലേക്ക് കയറണം ഈ കേവിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ. അതായത് മഞ്ഞുമ്മൽ ബോയ്സ് പോയപ്പോൾ വീണ് പോയ കുഴി, ആ കേവില്ലേ അവിടെയൊക്കെ കമ്പി കെട്ടിക്കാണ് കേട്ടോ, നമുക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് തിരിച്ച് കയറും വേണേ. എന്തായാലും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. വേണ്ട, നമ്മുടെ ഉള്ള ഫോട്ടോ മതി, വെറുതെ. അവിടുത്തെ ആ ഇത് കണ്ട വേരുകള്, ആ വേരിലേക്ക് ആൾക്കാർക്ക് നമ്മൾ അന്ന് പോയപ്പോൾ ഇതുപോലത്തെ വേര് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആ സ്ഥലമല്ലേ? അല്ല തോന്നുന്നു. അന്ന് അതിൻ്റെ അടുത്തേക്ക് പോട്ടെ, ഞാൻ ഒന്ന് വരൂ കേട്ടോ, വരൂ. ഇനി വീണ്ടും കയറ്റാണ് കേട്ടോ, മലമുകളിലേക്ക് കയറുക. അവിടെ നിറയെ മരങ്ങളുണ്ട്, ആ മരങ്ങളുടെ വേരൊക്കെ പുറത്താണ്. അതൊരു അതിശയകരമായ കാഴ്ച കേട്ടോ. നോക്കൂ, എല്ലാ മരങ്ങളുടെ വേരും പുറത്ത്, അതൊരു കാഴ്ച തന്നെ. ഇതിൻ്റെ കുറേ കൂടി പോകുമ്പോഴാണ് കേവ് വരിക കേട്ടോ. അവിടേക്കും സ്റ്റെപ്പ് ഉണ്ട്. അപ്പുറത്തുള്ള പേര് വരുന്നോ? ഇരിക്കാം, ഞാൻ വേറെ പിടിക്കാനാ. ചേട്ടൻ നിൽക്കും, ഇവിടെ നിൽക്കൂട്ടോ, ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കുക, ഇങ്ങോട്ട് തന്നെ നിൽക്കും ചേട്ടാ. ആ വേര് കിട്ടും അപ്പം നമുക്ക്. വീട്ടിലേക്ക് കയറിപ്പോണ ഒരു അതിൻ്റെ അപ്പുറത്താക്കി ഗുണാക്കി മതി. ഇവിടെ നോക്കൂ, സ്റ്റെപ്സ് കയറിയിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ. ആ അതാണ്, അവിടെയാണ് ഈ സ്ഥലം. ഞാൻ വളരെ പോയിട്ട് വരട്ടെ. ഒരു സ്റ്റെപ്പാ. അങ്ങനെ ഞാനും കയറണം കേട്ടോ അതിന് മുകളിലേക്ക് ഗുണ കേവ് കാണാനായിട്ട്. കുറേ കയറിയപ്പോഴേ അവരൊക്കെ മുന്നേ പോയി. ഇതാ അങ്ങ് അകലെ കമ്പി കെട്ടിക്കണ കണ്ടോ, കമ്പി കൊണ്ട് വേലി കെട്ടിക്കണ കണ്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് ആരും കടക്കാൻ പറ്റില്ല, അത് അപകടമുള്ള സ്ഥലമാണ് കേട്ടോ. తీస్తా ఉంటే ఖాళీగా లేకుండా അവിടെ മേലെ പോയി കയറട്ടെ. അവിടെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലത്തെ പിള്ളേർ പോയിട്ട് അപകടം ഉണ്ടായ സ്ഥലമാണ്. കമ്പീര അപ്പുറത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല, അവിടെയൊക്കെ അപകടമാണ് അല്ലേ. പരങ്ങനെ പോവാം. ഞാൻ കണ്ടു, ഞാൻ അവിടെ കയറി. ഇവിടുന്ന് അങ്ങോട്ട് കടന്ന് ചാടി കടന്ന്
അവര് പോയതാ. ഇതിലേ പോയിട്ട് അപ്പുറത്ത് അവിടെയും കിടക്കാലോ അല്ലേ? അവിടെയും ബിവെയർ ഓഫ് മങ്കീസ്. കുറച്ച് മങ്കികളാ. അങ്ങനെ അടിപൊളി ഒരു ഗുഡ കേവിൻ്റെ ഭാഗവും നമ്മൾ കണ്ടു. തിരിച്ചു പോരാണ്, ഇതേ വഴി കൂടെ തിരിച്ചു വരികയാണ് കേട്ടോ. ഇനി നമ്മൾ പോണത് പൈൻ ഫോറസ്റ്റ് കാണാനാണ് കേട്ടോ. പൈൻ ഫോറസ്റ്റ് അവിടെയുണ്ട് നല്ല രസകരമായ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഗുണ കേവിന് മുമ്പിലുള്ള റോട്ടിലാണ് നിൽക്കണത്. ഇവിടെ സാധനങ്ങൾ വാങ്ങാനൊക്കെ കടകളൊക്കെ ഉണ്ട്. കുറച്ച് വെള്ളം കുടിക്കുക അതൊക്കെ ചെയ്യാം. ബൈ ഗുണാസ്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് പൈൻ ഫോറസ്റ്റ്. ഒരു വലിയ ഫോറസ്റ്റാണ് കേട്ടോ ഇത്. നമ്മളിത് കുറച്ച് ഭാഗമേ കാണുന്നുള്ളൂ. ഇവിടെ ഒരു പുലിയുടെ ഇതൊക്കെ കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ 10 രൂപ കൊടുത്താൽ ആ പുല്ലിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. ഇവിടെ കുതിര സവാരി ഉണ്ട്, നമുക്ക് നോക്കാം. എത്ര വിശാലല്ലേ? ഒറ്റ കയറാൻ പറ്റില്ല, വലിയൊരു വേണം. അമ്മ കയറണില്ല മോളെ. ഇവിടെ കുതിരപ്പുറത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് 200 രൂപ കൊടുത്താൽ കയറാം കേട്ടോ. ഞാനങ്ങനെ ഒന്ന് കയറിയാലോ എന്ന് വിചാരിച്ചു. ഞാനും സുന്ദരിയും കൂടി കയറി. അപ്പോൾ 2 പേർക്കായപ്പോൾ 300 രൂപ. ഒരു നല്ല സുന്ദര കുതിരയുടെ പുറത്ത് ഞങ്ങൾ കയറാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുതിരപ്പുറത്ത് കയറിയിട്ടോ. എങ്ങനെയുണ്ട്? ഒന്ന് ഓടിച്ച് വരാം കേട്ടോ, ഒന്ന് കറങ്ങി വരാം. അതെ, പേടിക്കുന്നു വേണ്ട ആരും. கம்பெனி போட்டுருவோம். നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കും. നമ്മുടെ അടുത്തുള്ള സ്ഥലമല്ലേ, നല്ല രസമാണ്. കേട്ടാ, ഇപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റ് കണ്ടു കേട്ടോ. കുതിരപ്പുറത്ത് കയറി, അതിന് ഏറ്റവും സന്തോഷം. ഞാനും സുന്ദരിയും കൂടിയിട്ട് കുതിരപ്പുറത്ത് കയറി. ചേട്ടൻ ഫോട്ടോ എടുത്തില്ല.